നടി കീർത്തി സുരേഷിന് എന്താണ് പറ്റിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കീർത്തി സുരേഷിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഒരു പോള് കണ്ണടയ്ക്കാതെ വലിയ ക്ഷീണത്തോടെയാണ് കീർത്തി ഉള്ളത്. എന്തെങ്കിലും അസുഖമാണോ, എന്താണ് സംഭവിച്ചത് എന്ന് ആരാധകർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് കീർത്തി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് താരം തന്റെ തിരക്ക് പിടിച്ച സിനിമാ ജീവിതത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത്. 24 മണിക്കൂറിനിടെ അരമണിക്കൂർ പോലും ഉറങ്ങിയില്ലെന്നാണ് താരം പറഞ്ഞത്. തലേ ദിവസം രാവിലെ 6-ന് ചിത്രീകരണത്തിനായി ഇറങ്ങിയ താൻ അടുത്ത ദിവസം രാവിലെ 6-നാണ് മുറിയിൽ തിരിച്ചെത്തിയതെന്നും അതിനുശേഷം മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി 1 മണിക്കൂറിനുള്ളിൽ ഇറങ്ങേണ്ടി വന്നുവെന്നും താരം പറയുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു പരാതിയുമില്ലെന്നും ഇത്തരത്തിൽ തിരക്കോടി ജോലി ചെയ്യാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹവുമായി താൻ കാണുന്നുവെന്നും കീർത്തി പറയുന്നു. ജീവനോടെയും സജീവമായി ഇരിക്കാൻ ഇതാണ് സഹായിക്കുന്നതെന്നും താരം വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. റിവോൾവർ റീത്തയാണ് കീർത്തിയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം. നിലവിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി നിരവധി ചിത്രങ്ങളാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങാനിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് തൻ്റെ ഫിറ്റ്നസിനെ കുറിച്ചും കീർത്തി സുരേഷ് തുറന്നു പറഞ്ഞിരുന്നു. നാം തടിച്ചിരിക്കുമ്പോൾ അവർ നമ്മളോട് ഫിറ്റായിരിക്കാൻ പറയും. ഇനി കഷ്ടപ്പെട്ട് വ്യായാമമൊക്കെ ചെയ്ത് ഫിറ്റാകുമ്പോൾ അയ്യോ കുറച്ച് തടിച്ചിരിക്കുമ്പോഴാണ് കാണാൻ ഭംഗിയെന്ന് പറയും. ഇതാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നും അടിക്കടി മാറുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ടതില്ലെന്നും നടി കീർത്തി സുരേഷ് പറയുന്നു. ആരോഗ്യത്തോടും വ്യായാമത്തോടുമുള്ള തൻ്റെ സമീപനം ഓരോ വർഷങ്ങളിലും എങ്ങനെയാണ് മാറിയതെന്ന് വർക്കൗട്ട് വീഡിയോയ്ക്കൊപ്പമാണ് കീർത്തി പറഞ്ഞത്. 2013-ൽ സിനിമയിലേക്ക് വരുമ്പോൾ ഫിറ്റ്നസിനെ കുറിച്ച് തനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ജിം വർക്കൗട്ടൊന്നും തനിക്കുള്ളതല്ലെന്നുമായിരുന്നു അക്കാലത്തെ ചിന്തയെന്ന് കീർത്തി പറയുന്നു. 2018-ൽ മഹാനടി എന്ന ബഹുഭാഷാ ചിത്രം വിജയിച്ചതിന് പിന്നാലെയാണ് കീർത്തി ഫിറ്റ്നസിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്ങിലും കാർഡിയോ വ്യായാമങ്ങളിലും ശ്രദ്ധിച്ചു തുടങ്ങിയ കീർത്തി പ്രോട്ടീൻ കൂടിയതും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതുമായ ഭക്ഷണക്രമവും തിരഞ്ഞെടുത്തു. 9 മാസം കൊണ്ട് 10 കിലോഗ്രാമോളം ഇത്തരത്തിൽ കുറച്ചു. എന്നാൽ ഈ പരിവർത്തനം അപ്രതീക്ഷിതമായ വിമർശനങ്ങളാണ് തനിക്ക് നൽകിയതെന്ന് കീർത്തി ചൂണ്ടിക്കാട്ടുന്നു. കാണാൻ ദുർബലയായിരിക്കുന്നുവെന്നും പലതരം കോസ്മെറ്റിക് സർജറികൾ ചെയ്തെന്നുമൊക്കെയാണ് പലരും പറഞ്ഞു പടർത്തിയത്. തീർത്തും നൈസർഗികമായിരുന്നു അന്നത്തെ തന്റെ മാറ്റങ്ങളെന്നും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വിഷമമുണ്ടാക്കിയെന്നും കീർത്തി പറഞ്ഞിരുന്നു. ഈ വിമർശന ശരങ്ങൾക്കെല്ലാം പിന്നാലെ 2020-ലാണ് കീർത്തി യോഗയിലേക്ക് തിരിയുന്നത്. യോഗ തനിക്കൊരു ബാലൻസും ആത്മവിശ്വാസവും നൽകിയെന്നും ശരീരവും മനസ്സുമായൊരു ആരോഗ്യകരമായ ബന്ധത്തിലേക്ക് നയിച്ചെന്നും കീർത്തി ചൂണ്ടിക്കാട്ടി. പതിയെ പതിയെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം താൻ തിരിച്ചറിഞ്ഞെന്ന് കീർത്തി പറയുന്നു. ജിം അല്ല പ്രശ്നമെന്നും കൃത്യമായ രീതിയിലുള്ള പരിശീലനം എങ്ങനെയാണെന്ന് താൻ മനസ്സിലാക്കാതെ പോയതായിരുന്നു കുഴപ്പമെന്നും കീർത്തി പറയുന്നു. ഇന്ന് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് തന്റെ വ്യായാമത്തിന്റെ മുഖ്യ ഭാഗമെന്ന് നടി ചൂണ്ടിക്കാട്ടി. സ്ട്രെങ്ത് ട്രെയിനിങ്ങും യോഗയും ആനിമൽ ഫോളോ വ്യായാമങ്ങളും കാർഡിയോ വർക്കൗട്ടും കാലിസ്തെനിക്സുമെല്ലാം ചേർന്ന സന്തുലിതമായ ഫിറ്റ്നസ് ശീലമാണ് ഇന്ന് കീർത്തി പിന്തുടരുന്നത്. അടുത്തിടെ ജീവിതത്തിലെ ചില തിരിച്ചടികളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നുപോയപ്പോഴും ഫിറ്റ്നസ് തനിക്ക് കരുത്തായെന്നും കീർത്തി സുരേഷ് വ്യക്തമാക്കുന്നു.